എനർജി വർദ്ധിപ്പിക്കുന്നതിന് സൂര്യത്രാടകം മനസ്സിന്റെയും ശരീരത്തിന്റെയും എനർജി വർദ്ധിപ്പിക്കുന്നതിനും മൂഡ് ഔട്ടുകൾ ഇല്ലാതെ എപ്പോഴും എനർജറ്റിക് ആയിരിക്കുന്നതിനും ശക്തമായി ഉപകരിക്കുന്ന പവർഫുൾ ടെക്നിക്കാണ് സൂര്യത്രാടകം. അന്തരംഗ ത്രാടകം, ബഹിരംഗ ത്രാടകം തുടങ്ങിയ രണ്ട് ശാഖകളിലായി നിരവധി ഇനം ത്രാടകങ്ങളുണ്ട്. അതിൽ മനഃശക്തി വർദ്ധിപ്പിക്കുവാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ജ്യോതിത്രാടകം എന്നൊരു ജ്യോതിത്രാടകം ശരിയായി ചെയ്യുന്ന രീതി മുൻപ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആജ്ഞാശക്തി വർദ്ധിപ്പിക്കുവാനും നേതൃപ്രാടകം വർദ്ധിപ്പിക്കുവാനും ദർപ്പണ ത്രാടകം എന്ന ത്രാടകവും നിരവധി ത്രാടകങ്ങളുണ്ട്. അതിൽ ഇന്ന് എനർജി വർദ്ധിപ്പിക്കുന്ന സൂര്യത്രാടകമാണ് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. അത് സൂര്യത്രാടകങ്ങളും വിവിധങ്ങളായ രീതികളിൽ നിരവധി തരം രീതികളിൽ സൂര്യത്രാടകം ചെയ്യാൻ കഴിയും. അതിൽ സാധാരണക്കാർക്ക് പോലും ഏറ്റവും എളുപ്പം ചെയ്ത് എല്ലാ സാഹചര്യങ്ങളിലും ചെയ്ത് പ്രയോജനം ലഭിക്കുന്ന രീതിയാണ്. രണ്ട് രീതികളാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. സൂര്യത്രാടകം എന്നാൽ സൂര്യനെ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ സൂര്യനെ നോക്കുന്നത് കണ്ണിന് ഡാമേജ് ഉണ്ടാകുമെന്ന് കരുതുന്നവർക്ക് ശരിക്കും എല്ലാ രശ്മികളുള്ള സൂര്യനെയും നോക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷെ ആധുനിക സയൻസ് പ്രകാരം അങ്ങനെ കഴിയുന്നതല്ല, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഏതായാലും അത് സയന്റിഫിക് അല്ല എന്നുള്ളത് പറയേണ്ടി വരും. അതുപോലെ തന്നെ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത്. ഡോക്ടറുടെ അനുവാദം കൂടി എടുത്തേ ചെയ്യാൻ പാടുള്ളൂ. ഏതായാലും ഇതിപ്പോൾ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ അത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. വളരെ ഈസിയായി നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ രണ്ട് തരം സൂര്യത്രാടകങ്ങൾ പറയാം. ഒന്നാമത്തത് രശ്മികളില്ലാത്ത സൂര്യനെ നഗ്നപാദമായി മണ്ണിൽ നിന്നുകൊണ്ട് നോക്കുക എന്നുള്ളതാണ്. ആ ഒറ്റ വാചകത്തിൽ തന്നെ അത് കാര്യം മനസ്സിലായി. അപ്പോൾ രശ്മികൾ ഇല്ലാത്ത സൂര്യനെയാകുമ്പോൾ നമ്മൾ കടൽ തീരത്തോ മലയുടെ മുകളിലൊക്കെ നിന്നിട്ട് ഉദയസൂര്യനെയും അസ്തമയ സൂര്യനെയും ഒക്കെ രശ്മികൾ ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒരു വട്ടത്തളിക പോലെ ഒട്ടും രശ്മി ഇല്ലാത്ത സൂര്യനെ നോക്കുന്നത് കണ്ണിന് ഹാനികരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പകൽ സമയത്തുള്ള സൂര്യനെ നോക്കുന്നതാണ് ഹാനികരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമലി നോക്കുന്നതാണല്ലോ. അതിപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം ഒന്നും ചോദിക്കാതെ തന്നെ നമ്മൾ എല്ലാ മനുഷ്യരും തന്നെ ആ തളിക പോലെ ഒട്ടും രശ്മികളില്ലാത്ത സൂര്യനെ നോക്കുന്നതാണ്. ഒട്ടും അപകടകരമല്ല എന്നുള്ളതാണ് കരുതാൻ കഴിയുന്നത്. ഏതായാലും രശ്മികളില്ലാത്ത സൂര്യനെ, ഉദയസൂര്യനെയോ അസ്തമയ സൂര്യനെയോ രാവിലെയോ വൈകുന്നേരമോ രശ്മികളില്ലാത്ത സൂര്യനെ കാണാൻ കഴിയുന്ന സാഹചര്യമുള്ളവർ രശ്മികൾ തീർത്തും പോയതിനു ശേഷം രശ്മികൾ ഒട്ടുമില്ലാതെ ആ വട്ടത്തളിക പോലെ അതിൽ അവസാനമാകുമ്പോഴത്തേക്കും നല്ല ചുവന്ന് കാണും. അതിന് തൊട്ടു മുൻപ് സ്വല്പം മഞ്ഞ നിറത്തിലായിരിക്കാം. ഏതായാലും ആ രശ്മികൾ ഇല്ലാത്ത സൂര്യനെ, കണ്ണിന് ഒട്ടും ആയാസമില്ലാതെ നോക്കാൻ കഴിയുന്ന രശ്മികൾ ഇല്ലാത്ത സൂര്യനെ മണ്ണിൽ, പുല്ലിലോ ചരലിലോ വെള്ളത്തിലോ അല്ല, അങ്ങനെയൊക്കെ പല രീതികളുണ്ട്. ഏതായാലും എനർജി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ നോക്കൂ, എല്ലാ എനർജിയും ഈ ഭൂമിയിലെ മൊത്തം എനർജിയുടെയും സോഴ്സ്, എനർജി ലഭിക്കുന്നതും സൂര്യനിൽ നിന്നാണ് എന്നുള്ള ആ ഒരു സയൻസ് കൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും നമ്മുടെ എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുമ്പോൾ മണ്ണിൽ നഗ്നപാദമായി ചെരുപ്പിടാതെ മണ്ണിൽ നിന്നുകൊണ്ട് ആ രശ്മികളില്ലാത്ത സൂര്യനെ ഇമ വെട്ടാതെ നോക്കുക എന്നുള്ളതാണ് രീതി. പക്ഷെ തീർത്തും കഴിയാത്തവർക്ക് ഇമ വെട്ടാതെ നോക്കണമെന്നില്ല. ഇമ വെട്ടുക മീൻസ് നോട്ടം പറിക്കാതെ, സൂര്യനിൽ നിന്ന് കണ്ണ് പറിക്കാതെ ഇമ വെട്ടുക മീൻസ് ജസ്റ്റ് ബുദ്ധിമുട്ട് തോന്നിയാൽ ഇമ അടയ്ക്കാം. എങ്കിലും കണ്ണ് ചിമ്മാതെ എത്ര നേരം നോക്കാൻ കഴിയുമോ അത്ര നേരം നോക്കുന്നതാണ് നല്ലത്. മിനിമം ഒരു 3 മിനിറ്റ് ചെയ്യാം. 9 മിനിറ്റ് വരെ തുടരുകയും ചെയ്യാം. 9 മിനിറ്റ് വരെ ഇമ വെട്ടാതെ നോക്കണമെന്നല്ല, 1 മിനിറ്റ് നോക്കി ഒന്ന് ഇമ അടച്ചതിന് ശേഷം വീണ്ടും 1 മിനിറ്റ്, അങ്ങനെ ഒരു 9 മിനിറ്റ് വരെ ശരാശരി ചെയ്യുന്നത് ഗുണകരമാകും. മിനിമം 3 മിനിറ്റ് എങ്കിലും ചെയ്യുന്നത് നല്ലത്. 9 മിനിറ്റ് ചെയ്യാം. 20 മിനിറ്റും 1 മണിക്കൂറും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ 1 മണിക്കൂർ രശ്മികൾ ഇല്ലാത്ത സൂര്യൻ ലഭിക്കാറില്ലല്ലോ. രാവിലെ ഒരു 5, 10, 20 മിനിറ്റ് ആണ് രശ്മികൾ ഇല്ലാത്ത സൂര്യനെ ലഭിക്കാൻ സാധ്യത. വൈകുന്നേരവും അതുപോലെ ഒരു 10 മിനിറ്റോ മറ്റോ ആണ്. 10-15 മിനിറ്റ്, അത് ഓരോരോ കാലഘട്ടങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഏതായാലും ഒരു 9 മിനിറ്റോളം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്ന്. 3 മിനിറ്റെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകും. അതുപോലെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, 2 രീതികൾ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. രണ്ടാമത്തെ രീതിയും രശ്മികളുള്ള സൂര്യനെ തന്നെ, രശ്മികളില്ലാത്ത സൂര്യനെ കാണാൻ സാഹചര്യമില്ലാത്തവർക്ക് ആ സാഹചര്യമുള്ളവർക്കും ഇതും ചെയ്യാവുന്നതാണ്. രശ്മികൾ ഉള്ള സൂര്യനെ നഗ്നപാദമായി മണ്ണിൽ നിന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കണ്ണടച്ച് ആ സൂര്യനെ നോക്കുക എന്നുള്ളതാണ്. അതും ഹാനികരമല്ലാത്ത രീതിയിൽ ചെയ്യുന്നതിന്, ആധുനിക ശാസ്ത്രപ്രകാരം ഹാനികരമല്ലാത്ത രീതിയിൽ ചെയ്യുന്നതിന് രാവിലെ 10 മുൻപുള്ള സൂര്യനും വൈകുന്നേരം 3 ശേഷമുള്ള സൂര്യനും. ഏതായാലും ഇതും നമ്മൾ ദൈനംദിന ജീവിതത്തിലൊക്കെ കണ്ണടച്ച് ജസ്റ്റ് അറിയാതെയൊക്കെ സൂര്യനെ നോക്കി പോകാറുണ്ടല്ലോ. കണ്ണടച്ചും കണ്ണു തുറന്നുമൊക്കെ. കണ്ണടച്ച് നമ്മൾ പെട്ടെന്നൊക്കെ നോക്കാറുണ്ട്. ഏതായാലും അത് ഹാനികരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഹാനികരമെന്ന് ഭയമുള്ളവർ രാവിലെ 10 മണിക്ക് മുൻപുള്ള സൂര്യനെയും
വൈകുന്നേരം 3-ന് ശേഷമുള്ള സൂര്യനെയും കണ്ണടച്ചുകൊണ്ട് അതൊരു 1 മിനിറ്റൊക്കെ മതിയാവും. സാധിക്കുന്നവർ 3 മിനിറ്റും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ കേസിൽ ഞാൻ പറയുന്നു, ഒരു നിയമപ്രകാരമോ അല്ലെങ്കിൽ ആരോഗ്യപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ അതും എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന ചിന്തയുള്ളവർ ഡോക്ടറോട് ചോദിച്ച് ഉപദേശം ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. ഇതിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അത് നിയമപ്രകാരവും അതല്ലാതെ ആരോഗ്യ പ്രകാരവും ആരോഗ്യത്തിൻ്റെ ബാധിക്കുന്ന പ്രകാരവും അത് ഡോക്ടറോട് ചോദിച്ച് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും 10 മണിക്ക് മുൻപുള്ള സൂര്യനെയും വൈകുന്നേരം 3-ന് ശേഷമുള്ള സൂര്യനെയും മണ്ണിൽ നിന്നുകൊണ്ട് കണ്ണടച്ച് അപ്പോൾ കൺപോളകളിലേക്ക് ആ ഒരു പ്രകാശം പതിക്കുന്നത് നമുക്കറിയാൻ കഴിയും, ഒരു പ്രത്യേക വെളിച്ചം. അങ്ങനെ കണ്ണടച്ച് ചെയ്യുന്നതും ഒരു തരം സൂര്യത്രാടകമാണ്, എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റു പല ത്രാടകങ്ങളും അതാത് ത്രാടകം ചെയ്യുന്നതിൻ്റെതായ ഫലം ലഭിക്കണമെങ്കിൽ ചില ത്രാടകങ്ങൾക്ക് ടൈം എടുത്തേക്കാം, കാലം എടുത്തേക്കാം. പക്ഷെ സൂര്യത്രാടകം 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രകടമായ വ്യത്യാസം, നമുക്ക് ഫലം അറിയാൻ കഴിയുന്നതാണ്. എനർജി ലെവൽ വൻ രീതിയിൽ വർദ്ധിക്കുന്നതും മൂഡ് ഔട്ടുകൾ മാറുന്നതും നല്ല എനർജറ്റിക് ആയിരിക്കാൻ കഴിയുന്നതും അറിയാൻ കഴിയുന്നതാണ്. 1-2 പ്രാവശ്യമെങ്കിലും പരീക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ചെയ്തു നോക്കൂ, ഫലം അനുഭവിച്ചറിയൂ. ഇഷ്ടപ്പെട്ടാൽ തുടരൂ, സാധിക്കുമ്പോഴെങ്കിലും ഒക്കെ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് വലിയ മാറ്റം മീൻസ് നമ്മുടെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും നമ്മുടെ പ്രവർത്തന പദങ്ങളിൽ ഊർജ്ജസ്വലമായി വിഹരിക്കുന്നതിനും അതുവഴി ഫലം എടുക്കുന്നതിനും വലിയ ഫലം ലഭിക്കുന്നതിനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ ഫലം ലഭിക്കുന്നതിനും കാരണമായി തീരുകയും ചെയ്യും.